ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇതാ കുളിയൊക്കെ കഴിഞ്ഞു. കുളി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ ലേറ്റായിട്ടാണ് കേട്ടോ എണീറ്റുള്ളത്. സൺഡേ വ്ളോഗാണ്. ലേറ്റായിട്ടാണ് എണീറ്റത്. പിന്നെ എണീറ്റ പാടി ചില ദിവസങ്ങൾ അങ്ങനെയാണല്ലോ, രാവിലെ ക്ലീനിങ്ങിനാണ് നിൽക്കും. ഇന്ന് രാവിലെ എണീറ്റു, അടിച്ചു വാരലും അതുപോലെ തുടച്ചിടലും മുറ്റടിച്ചു വാരലും അങ്ങനെയൊക്കെ കഴിഞ്ഞു. എന്നിട്ട് വേഗം കുളിക്കാൻ വേണ്ടിയിട്ടാണ് കയറി. ഇനിയിപ്പോൾ ഇന്ന് എന്താണെന്നറിയില്ല, ഒരു സാരി എടുക്കാൻ തോന്നി. കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ സാരി എടുത്തു. ഇനിയിപ്പോൾ കിച്ചണിലേക്ക് കയറുകയാണ്. കുറച്ച് ചിക്കൻ്റെ ഉണ്ട്, അപ്പോൾ ഞാനത് തേങ്ങ വറുത്തരച്ച് കറി ഉണ്ടാക്കുകയാണ്. പിന്നെ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അടുക്കളയ്ക്ക് പോകാം അല്ലേ, വാ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ ചിക്കന്. അപ്പോൾ ഞാനിതിലേക്ക് ചിക്കൻ കുറവായതുകൊണ്ട് തന്നെ ഒരു കിഴങ്ങിൻ്റെ വലിയ കിഴങ്ങിരുന്നു, ഉരുളക്കിഴങ്ങ്, അതിൻ്റെ ഒരു പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നേന്ത്രക്കായ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ, അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. അതിൻ്റെ 4 വശത്തുള്ള തോലൊക്കെ കളഞ്ഞിട്ട് അതുണ്ട്. പിന്നെ ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇലയൊക്കെ സെറ്റാക്കി വെച്ചു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ കുറേ മുമ്പ് ഇങ്ങനെ വാങ്ങി വെച്ചതുണ്ട് കേട്ടോ. അത് തന്നെ ഫ്രിഡ്ജിൽ വെക്കലാണ്. അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ സമയമെടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അങ്ങനെ ചതച്ചെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഞാൻ അതാണ് ചേർക്കൽ കേട്ടോ. പക്ഷെ എന്നാലും ഇങ്ങനെ ഇഞ്ചി പിന്നെ വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റിനേക്കാൾ എപ്പോഴും ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ മിക്സിയിൽ ആ സമയത്ത് ഇങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണതാണ് തോന്നിയിട്ടുള്ളത് ഒന്നും കൂടി ടേസ്റ്റ്. ഇത് പിന്നെ പെട്ടെന്ന് ആവാൻ വേണ്ടി അങ്ങനെ ചെയ്യണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ ഗ്യാസിൽ കുറച്ച് വെള്ളം കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടുവെള്ളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, തിളപ്പിച്ചാറിയ വെള്ളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ മൺചട്ടിയിലാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കണേ. അപ്പോൾ അതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ സ്പൈസസ് ഇട്ട് കൊടുത്തു കേട്ടോ. പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും അതുപോലെ സവോളയും കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. നോർമലി നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ കറി പോലെ തന്നെയാണ്. അതിലേക്ക് കിഴങ്ങും നേന്ത്രക്കായ ആഡ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ തേങ്ങ വറുത്തരച്ച് ഒഴിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ സവോള നന്നായി വഴറ്റി വന്നിട്ടില്ല. അതിന് മുമ്പ് ഞാൻ ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്തു. കാരണം അതിൻ്റെ ആ പച്ചമണം നമുക്കൊന്ന് നല്ലോണം പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാറാൻ വേണ്ടിയിട്ട് സവോള വഴറ്റുന്നതിൻ്റെ കൂട്ടിൽ തന്നെ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ തക്കാളിയും ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുത് കേട്ടോ. പിന്നെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ സവോള, അതുപോലെ തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, കറിവേപ്പിനുള്ള പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ തേങ്ങ വറുത്തരച്ച് വെക്കുന്ന കറിയിൽ മല്ലി കുറച്ചൊന്ന് കൂടുതൽ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ടെടുത്തതിന് ശേഷം പിന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുകയാണ്. ഒന്നായിട്ടൊന്ന് മൂപ്പിച്ചു. ഇനി ഇതിലേക്ക് മുളക് പൊടി, പിന്നെ പെരുംജീരകം പൊടിച്ച് വെച്ചതുണ്ട്, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. നന്നായിട്ട് പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഞാൻ നേന്ത്രക്കായ അങ്ങനെ ഇതൊരു ചിക്കൻ കറിയിലൊന്നും ഇട്ട് നോക്കിയിട്ടില്ല കേട്ടോ. അത് ഫസ്റ്റ് ടൈം ഇട്ട് നോക്കിയതാണ്. എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഇത് ജീരകം പൊടിച്ച് വെച്ചതാണ്, അത് ചേർത്തു. പിന്നെ ഇതിലേക്ക് ചിക്കൻ്റെ പീസ് കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത് ഞാനൊരു 100 രൂപയ്ക്ക് അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ചേർത്തു, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അതിന് ശേഷം അതിലേക്ക് കിഴങ്ങും കായ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കുറച്ച് വലുതാക്കിയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചത് കേട്ടോ. പിന്നെ ഒരു കറി ആയിട്ട് തന്നെ ഉണ്ടാക്കണതുകൊണ്ട് ഞാൻ കുറച്ച് അധികം തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കാം. കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പരിപാടി ചെയ്യാം. പിന്നെ അപ്പോൾ അതവിടെ വേവിക്കാൻ വെച്ചു. ഇനി ഞാൻ ആ സമയം കൊണ്ട് തേങ്ങയൊക്കെ ഒന്ന് ചിരകി എടുക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കണം. എനിക്ക് ഫോണ് ചിലപ്പോൾ ഞാൻ വറക്കണതൊന്നും ചിലപ്പോൾ കാണിക്കാൻ പറ്റില്ല, കാരണം ഫോണിൽ ചാർജ് കുറവാണ്. ഇവിടെ കറണ്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി കറണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ചാർജ് ചെയ്യാൻ വേണ്ടി വെക്കും കേട്ടോ ഫോണൊന്ന്. ഓക്കെ, കറണ്ട് ഒന്ന് പോയിട്ടോ ഗൈസ്. ഇവിടെ കറണ്ട് പോയത് മീൻസ് ഇന്നലെ, അതായത് രാവിലെ വെളുപ്പാങ്കാലത്ത് കറണ്ട് പോയിട്ടുണ്ട്. ഇപ്പോഴാണ് വന്നത്. അപ്പോൾ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തേങ്ങ വറക്കണ മുതലേ ഉള്ളതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിൽ ഞാൻ തേങ്ങയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിൻ്റെ ഇലയും ഇത്ര മാത്രം ഇട്ട് വറുത്ത് വെച്ചതാണ്. പൊടികളൊന്നും ഇതിലേക്ക് ഇട്ടിട്ടില്ല. പിന്നെ നമ്മുടെ ചിക്കൻ കറി ഓൾറെഡി കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. പിന്നെ ഇത് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കണം. പിന്നെ ഒന്ന് വറവിട്ടെടുക്കണം. അപ്പോൾ കായും അതുപോലെ തന്നെ കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഞാനതൊന്ന് അരച്ചൊഴിക്കട്ടെ. പിന്നെ അത് നമ്മളെ കിച്ചുമോള് ലൂക്കേനെ കുളിപ്പിക്കാനാണ് കേട്ടോ. അപ്പോൾ വീക്കെൻഡ് മാത്രമേ കുളിപ്പിക്കാൻ പറ്റുന്നുള്ളൂ, കാരണം ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടിയൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ മാത്രമേ ഉള്ളൂ കുളിപ്പിക്കാൻ പറ്റുള്ളൂ. ഞായറാഴ്ച ശനിയാഴ്ച അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ പിന്നെ രാവിലെ ഒരു പോണേന് മുന്നേ അങ്ങനെയൊക്കെ പെട്ടെന്നൊരു കുളിപ്പിക്കലൊക്കെ ചെയ്യും. ചില സമയത്ത് രാവിലെ അവനെ പുറത്ത് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ കാലിലൊക്കെ മണ്ണും ചെളി ഉണ്ടെങ്കിൽ രാവിലെ വെറുതെ ഞാൻ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് അങ്ങനെ കാലിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഞാനങ്ങനെ ഇവർ കുളിപ്പിക്കണ പോലെ ചെയ്യുമൊന്നുമില്ല, വെള്ളം വെറുതെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കുറച്ച് നേരം പുറത്തുനിന്നൊക്കെ വീഡിയോ എടുത്തു. നമ്മൾ തേങ്ങയൊക്കെ അതാ വറുത്ത് വെച്ചതൊന്ന് നല്ല ചൂടൊന്ന് പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കേട്ടോ, ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അതൊന്ന് അരച്ചെടുക്കട്ടെ. പിന്നെ എന്താണ് പിന്നത്തെ പരിപാടി, ചപ്പാത്തി ഉണ്ടാക്കണം. ഇതിപ്പോൾ നമുക്ക് രാവിലത്തെ മോർണിംഗിൽ ഫുഡാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കുന്നത്, ഉച്ചക്കത്തേക്കുള്ള. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ആ ചൂടോടെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചെയ്താൽ മതിയല്ലോ വിചാരിച്ചിട്ടാണ്. കാരണം റേഷനരിയാണ്, അപ്പോൾ പെട്ടെന്ന് തന്നെ ആവും. ഒന്ന് തിളച്ച് തന്നാൽ ചോറാവുമല്ലോ. അപ്പം അങ്ങനെ പിന്നെ കറി ഇനിയിപ്പോൾ ഇത് ചോറിക്ക് ഇത് കൊടുക്കുക, ഒരു പപ്പടം എന്തെങ്കിലും കാച്ചണം. പിന്നെ തൈരൊക്കെ ഇരിക്കുന്നുണ്ട്, അപ്പം തൈരും അച്ചാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അതൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ നിറച്ചെടുക്കട്ടെ. അങ്ങനെ തേങ്ങയൊക്കെ അരച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ചിക്കനും അതുപോലെ കിഴങ്ങും നേന്ത്രക്കായൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിത് അരച്ചത് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ വേണം കറി തിക്കായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളത്തിനേക്കാൾ നല്ല ചൂടുവെള്ളം ഒഴിക്കാനാണ്. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു തിക്നെസ്സേ ഉള്ളൂ, ഒരുപാട് അങ്ങോട്ട് കൂടുതലൊന്നുമില്ല. നമ്മുടെ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ടൊന്ന് നന്നായിട്ട് ചൂടാക്കി കേട്ടോ. ഇനി നമ്മളിതിലേക്കൊന്ന് വറവിട്ടെടുക്കുകയാണ്. അപ്പോൾ അതിനൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ചെറിയുള്ളി കറിവേപ്പിൻ്റെ ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് ഒഴിക്കുകയാണ് കേട്ടോ. ഉണക്കമുളകോ അല്ലെങ്കിൽ വേറൊന്നും ചേർക്കണില്ല. അതുപോലെ കുറച്ച് ചെറിയുള്ളി ചേർത്തു. ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മൂപ്പിക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടിയോ കറിക്ക് എന്തെങ്കിലും കളറ് കുറവുണ്ടെങ്കിൽ അങ്ങനെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ മസാലകൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നമുക്ക് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡിയായി. പിന്നെ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി കുറച്ചും കൂടെ ഞാനൊന്ന് ലാസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ പാത്രങ്ങളൊക്കെ ഞാൻ അവിടെ ഉണ്ടായിരുന്നൊക്കെ കഴുകി വെച്ചു. ഇനി ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴക്കണമല്ലോ, അപ്പോൾ അതിനുള്ള വെള്ളം വെച്ചതാണ് കേട്ടോ, ചൂടുവെള്ളം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൽ ആണ് പൊടിയിട്ട് കുഴക്കണത്. കുറച്ച് എടുത്തിട്ടുള്ളൂ, ഒരു 6-7 ചപ്പാത്തി ഉണ്ടാക്കാനുള്ള മാവ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് മതി, കാരണം ഇവിടെ ചപ്പാത്തി വലിയൊരു ഇഷ്ടമൊന്നും ആർക്കുമില്ല. പിന്നെ ഈ ഒരു ചിക്കൻ കറി ഉള്ളതുകൊണ്ട് മാത്രമാണ് ചപ്പാത്തിനോട് താല്പര്യം, അല്ലെങ്കിൽ ചപ്പാത്തി ഒന്നും വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഓരോരുത്തർക്കും 2 എണ്ണം വെച്ച് കഴിക്കാനുള്ളത് ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ ഞാൻ പൊടി ഇതിൽ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാൻ കേട്ടോ. ഈ ഒരു വലിയ ചെരുവെടുത്ത് കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഇട്ടിട്ട് അങ്ങോട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാമല്ലോ മാവെന്ന് വെച്ചിട്ട്. പിന്നെ അതാ ഞാനിപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഈ തിണ്ണവിടെ ഇങ്ങനെ തുടച്ചിട്ട് അതിലിട്ടിട്ട് പരത്തിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ 1-2 പ്രാവശ്യം അങ്ങനെ ചെയ്തു. പിന്നെ ഞാനിപ്പോൾ ഇതുപോലെ ന്യൂസ് പേപ്പർ വെച്ച് കഴിഞ്ഞാൽ ന്യൂസ് പേപ്പറിൻ്റെ മുകളിലിട്ട് പരത്തിയെടുക്കാൻ നല്ലപോലെ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ അപ്പോൾ നമ്മൾ
പൊടിയൊക്കെ ഇത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗോതമ്പ് പൊടിയാണ്, ആട്ടപ്പൊടിയാണ് പൊടിച്ചത്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുകയാണ്. അപ്പോൾ നമ്മളെ ചപ്പാത്തി പരത്തലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ആ പരിപാടിയും കൂടെ തീരും. അപ്പോൾ ഇനി ചപ്പാത്തി ചുട്ടെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ രാവിലെ തന്നെ ഞാൻ സാരിയാണെന്ന്. അപ്പോൾ സാരി എടുക്കാൻ വേറൊരു കാര്യം കൂടി ഉണ്ടെന്ന് വെച്ചാൽ 2 ദിവസം അങ്ങനെ മഴ നിന്നുകൊണ്ടിരുന്നപ്പോഴേ കോട്ടൻ്റെ ഡ്രസ്സുകളൊന്നും ഉണങ്ങിയിട്ടില്ല. ശരിക്കും ഒരു നനവുണ്ട്. കോട്ടൻ്റെയൊക്കെ ഉണങ്ങി കിട്ടാൻ കുറച്ച് താമസം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പോളിസ്റ്റർ അങ്ങനത്തെ ഒരു ഐറ്റം പനിയങ്ങളൊക്കെ പെട്ടെന്ന് ഉണങ്ങി വരും. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഓഫീസിലേക്ക് ഇടുന്ന ഡെയിലി ഇടുന്ന ചുരിദാർ വീട്ടിലും അതും കൂടെ ഇട്ടിട്ട് ഓഫീസിലേക്കും വീട്ടിലും അതും കൂടെ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ സാരിയാണ് അങ്ങനെ വല്ലാതെ ഉടുക്കാറുമില്ല കേട്ടോ. അപ്പോൾ ഈ സാരിക്ക് ഒരുപാട് പഴക്കമുണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഓർത്തുന്നാൽ പിന്നെ ഇന്ന് സാരി അങ്ങോട്ട് ഉടുക്കാമെന്ന് വിചാരിച്ചു. കാരണം വേറെ വലിയൊരു പണികളൊന്നും ഇല്ലല്ലോ, ഇതുപോലുള്ള പണികളൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ ഇന്ന് അങ്ങനെയൊക്കെയാണെന്ന് സാരി ഉടുത്തത്. ചില ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ ഓരോ തോന്നലാവുകയല്ലേ നമുക്ക് ഇന്നത് ഇടണം എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ സാരി ഒന്നും ഉടുത്ത് അങ്ങനെ വീട്ടിൽ കുക്കിങ്ങൊന്നും അങ്ങനെ ചെയ്യലൊന്നുമില്ല. എപ്പോഴോ ഒരു ദിവസം ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണെന്ന് സാരി ഉടുത്തത് കേട്ടോ. ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ കറി കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചു. ഓക്കെ, എനിക്ക് കുറച്ച് കട്ടൻ ചായ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സമയം രാവിലെ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, നല്ലോണം സമയം വൈകിട്ടുണ്ട്. ഞാൻ 11 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ എന്താ തയ്ക്കാതെ വെച്ചിട്ടുള്ളതെന്ന്. മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്കിംഗ് ചെയ്യുമ്പോൾ ഞാൻ അതിലേക്ക് നാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത് അഴിക്കാതിരുന്നത്. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ കുടിക്കണം. അപ്പോൾ ഞാൻ ഒച്ചേർന്ന് ഇരിക്കട്ടെ. രാവിലെ എണീറ്റിട്ട് ഇരിക്കാത്ത ഓരോ പരിപാടികളല്ലായിരുന്നോ. ഇനി ഇതൊന്ന് അഴിക്കട്ടെ. മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അഴിച്ചിടാണ്ട് അടുക്കളയിൽ ഇങ്ങനെ തന്നെ നിന്നത്. ഇനി ഒരു ടറക്കെടുത്ത് മാറ്റുമ്പോൾ ഇത് ഒരുപാട് മുടികളുണ്ടാവും. പിന്നെ ലെങ്ത്തില്ലല്ലോ, കുഞ്ഞു കുഞ്ഞു മുടികളല്ലേ. അപ്പോൾ അതിലൊന്നും ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് കെട്ടിയെടുത്ത് കേട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ചായ കുടിക്കുമ്പോൾ ബുദ്ധിമുട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.